എൻ്റെ പേര് ജോബി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദിവസത്തിൽ നേരം വെളുപ്പ് മുതൽ വൈകിട്ട് വരെ ഞാൻ ചെയ്യുന്ന റൂട്ടീൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ രാവിലെ എൻ്റെ പേരും ജോബിൻ ജോർജ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ നേരം വെളുപ്പ് മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ രാവിലെ 4 മണിക്ക് എനിക്കും 4 മണിക്ക് ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഒറ്റ ഇതില് എടുക്കാനും കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റാണ്ട് ഞാൻ തീയൊരു വട്ടം കൂടിയും ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് പോകും. ഉള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറയണ. ഞാനിപ്പോൾ രാവിലെ 4 മണിക്ക് എനിക്കും. എന്നിട്ട് 4 മണിക്ക് എനിച്ചിട്ട് മുഖം കഴുകി ഫ്രഷ് ആയിട്ട് 4 മണി മുതൽ 4:30 വരെ ഞാനിരുന്ന് പഠിക്കും. 4:30 വരെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാനാണ് ആദ്യം അടുക്കളയിൽ കയറാം. എന്നിട്ട് ജോബിനുള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് പറഞ്ഞാൽ മതി. നീ അടുക്കളയിൽ കയറുന്ന കാര്യമൊന്നും പറയില്ല. അത്ര പറഞ്ഞു. നീ 4 മണിക്ക് എനിക്കൊന്ന് പറയണ്ട, ഞാൻ 5 മണിക്ക് എനിക്കൊന്ന് പറയും. 4 മണിക്ക് എനിക്കില്ല, ഞാൻ 5 മണിക്ക് എനിക്കും. നീ അങ്ങനെ പറയും. നീ ഉള്ളതാണോ പറയണ അല്ലെങ്കിൽ ഇല്ലാത്താണോ പറയണത്? കഥയാണോ പറയണ, കവിതയാണോ പറയണേ? നീ എന്താ അത് കഴിഞ്ഞ് 4 മണിക്ക് എനിക്കും. 4 മണിക്ക് എനിക്ക് കഴിഞ്ഞിട്ട് 4:30 5 മണിക്ക് എനിക്കൊന്ന് അറിയും. അല്ല നീ ഞാൻ എനിക്ക് ശ്രദ്ധിക്കും. അങ്ങനെ അടുക്കളയിൽ കയറും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയാവുമ്പോഴേക്കും 5 മണി മുതൽ 5:15 വരെ ഞാൻ ഓടാനായിട്ട് പോകും. പള്ളിയിൽ കുർബാനയ്ക്കും എല്ലാ ദിവസവും ഞാൻ എന്തിന് ജോലി കത്താണ്ട് ഇതേപോലെ പറയാൻ നിൽക്കണേ. അല്ല, ഇതേപോലെ പറയാൻ നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് ഡേ ടൈം ഫുള്ള് ഞാൻ ബിസി ആയിരിക്കും. രാവിലെ ഞാൻ പറമ്പിൽ പോകും, തെങ്ങിന് തടയിടും, അതേപോലെ തന്നെ വാഴയ്ക്ക് തടയിടും, വളമിടും. അങ്ങനെ അത് ഒന്നുമില്ല. 4 മണിയാകുമ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല. ചായക്ക് പകരം ഓട്സും പാലും നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ആണ് കഴിക്കാറ്. അത് കഴിഞ്ഞൊരു 7 മിനിറ്റ് കിടക്കണയായിട്ട് മുമ്പ് ഞാൻ 10 മണി മുതൽ 11 അല്ലെങ്കിൽ 12 മണി വരെ ഇരുന്ന് പഠിക്കും. അത് നാട്ടിലായിരുന്നു ഞാൻ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു രഹസ്യം കൊന്തെത്തിക്കും. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കണായിട്ട് മുമ്പ് ഒരു കൊന്തെത്തിക്കും. കൊന്തെത്തിച്ചിട്ട് ഞാൻ ഇത് പറയാനാണോ നീ ഈ സാധനം എടുത്ത് വെച്ചിട്ട് ഇതില് നീ